തുടങ്ങിയല്ലേ? തുടങ്ങാം. റെക്കോർഡിംഗ് തുടങ്ങി ചേച്ചി. സഹനാവവതു സഹനൗ പുനഃ സഹ വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. പ്രഥമം പ്രകോഷ്ഠം അല്ലെ? ആദ്യം അതല്ലേ എനിക്ക് പറയണ്ടേ? 274 പേജല്ലേ കഴിഞ്ഞേ? 275 പേജ് തുടങ്ങി ടീച്ചറെ. ഏതു ആര്യ ഇയം പ്രഥമം പ്രകോഷ്ഠം പ്രവിശതു അവിടം വരെ. അപ്പൊ പുറത്തുള്ളത് കഴിഞ്ഞിട്ട് ഈ പ്രകോഷ്ഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു കൊട്ടാരത്തിന്റെ പടിക്കലുള്ളതായിട്ടുള്ള മുറികളാണ്. പടിക്കകത്തുള്ള മുറികൾ. അതാണ് ഇനി ഓരോ മുറികളായിട്ട് വലിയ കൊട്ടാരം പോലെയാണല്ലോ ഈ വസുന്ധരസേനയുടെ ഗൃഹം. അപ്പൊ അവിടുത്തെ ആദ്യത്തെ, അപ്പൊ ഏതു ആര്യ ഇമം പ്രഥമം പ്രകോഷ്ഠം പ്രവിശതു ആര്യ. അപ്പൊ പുറത്തുള്ള ആ വാതിൽക്കലുള്ളതായിട്ടുള്ള ഭംഗിയൊക്കെ വർണ്ണിച്ചു. കോടിതോരണങ്ങളുണ്ട്, കലശം വെച്ചിട്ടുണ്ട് എന്നൊക്കെ വർണ്ണിച്ചതിന് ശേഷം വഴി കാണിച്ചു തരാൻ പറയാണ് ആര്? വിദൂഷകൻ. അപ്പൊ ചേടിയൊക്കെ പറയാണ് ഏതു ആര്യ ഏതു അങ്ങ് ഇതിൽ വന്നാലും എന്ന്. എന്നിട്ടോ ഇമം പ്രഥമം പ്രകോഷ്ഠം പ്രവിശതു ആര്യ. ഈ ആദ്യത്തെ പ്രകോഷ്ഠത്തിലേക്ക്, ആദ്യത്തെ മുറിയിലേക്ക് കടക്കുന്നു. പ്രവിശതു ആര്യ, അപ്പോഴേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയാണ്. അത് ആദ്യത്തെ 4-5 ഉണ്ട് കേട്ടോ മുറികള്. ആദ്യത്തെ വർണ്ണിക്കണം. പ്രവിശ്യ അവലോക്യച്ച, പ്രവേശിച്ചിട്ട് അവിടെയൊക്കെ ചുറ്റും നോക്കിയിട്ട്, അങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ട് അതിന്റെ ഭംഗി കണ്ടിട്ട് മതി മറന്ന് അവിടെയൊക്കെ നോക്കുകയാണ്. പ്രവിശ്യ അവലോക്യച്ച, പ്രവേശിച്ച് നോക്കിയിട്ട് പറയാണ് ഹി ഭോഹോ, ആശ്ചര്യം ഭോഹോ ഹി. അത് വിദൂഷകന്റെ ശബ്ദം എടുക്കുകയാണ്, അല്പം കോമഡി ആയിട്ട് പറയണതാണ്. ആശ്ചര്യത്തിനെ കാണിക്കുന്നത്, ആഹാ എന്തൊരു അത്ഭുതം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹി ഭോഹോ, ആശ്ചര്യം എന്താണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയാണ്. വിധാപി പ്രഥമേ പ്രകോഷ്ഠേ ശശി ശംഖ മൃണാള സച്ഛായാഃ വിനിഹിത ചൂർണമുക്തി പാണ്ഡുരാഃ വിവിധ രത്ന പ്രതിബദ്ധ കാഞ്ചന സോപാന ചോദിതാഃ പ്രാസാദ സംശയഃ അവലംബിത മുക്താദാമഭിഃ സ്ഫടിക വാതായന മുഖചന്ദ്രേർ വിധ്യായന്തീവ ഉജ്ജയിനീം ശ്രോത്രിയ ഇവ സുഖോപവിഷ്ടോ വിദ്യാദി ഗൗവാരികഃ സ ദധ്നാ കളമൗദനേന പ്രലോഭിതാ ന ഭക്ഷയന്തി വായസാ ബലിം സുധാ സവർണതയാ ആദിശതു ഭവതി. ആദ്യത്തെ പ്രകോഷ്ഠത്തിലേക്ക്, ആദ്യത്തെ ആ മുറിയിലേക്ക് കടന്നിട്ട് അവിടെ വിദൂഷകൻ കണ്ടത് വർണ്ണിക്കുകയാണ്. അവിടുത്തെ ആ ഒരു അലങ്കാരം, അല്ലെങ്കിൽ അവിടുത്തെ അലങ്കാരമല്ല, അവിടുത്തെ ആ ഒരു സെറ്റിങ്സ്, അത് വർണ്ണിക്കുകയാണ്. എന്താണ്? ആശ്ചര്യം, അത്ഭുതം എന്ന്. വിധാപി പ്രഥമേ പ്രകോഷ്ഠേ, ഇവിടെ ഈ ആദ്യത്തെ പ്രകോഷ്ഠത്തിൽ പ്രാസാദ പങ്ക്തയ, പ്രാസാദ പങ്ക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിമന്ദിരങ്ങളുടെ ഒരു നിര തന്നെ, അതിന്റെ വിശേഷമാണ് അതൊക്കെ കേട്ടോ. പ്രാസാദം എന്ന് വെച്ചാൽ മണിമന്ദിര, മാളികയുടെ ഒരു നിര തന്നെ ഉള്ളത്. എങ്ങനെയുള്ളതാണ് ആ മണിമന്ദിരങ്ങള് എന്ന് പറയാണ്. ശശി ശംഖ മൃണാള സച്ഛായാഃ,
ശശി ശംഖ മൃണാള സച്ചായാഹ. ചന്ദ്രൻ, ശംഖ്, മൃണാളം, താമരത്തണ്ട് ഇവയുടെ നിറത്തോട് നല്ല വെളുത്താന്നർത്ഥം. ശശി ശംഖ മൃണാള താമര ചന്ദ്രനും ശംഖും താമര തണ്ടുപോലെയും നിറത്തോട് അങ്ങനെയുള്ള നിറത്തോടു കൂടിയ ശശി ശംഖ മൃണാള സച്ചായാഹ. വ്യാഖ്യാനം ഒന്നിച്ച് വായിക്കാം. ശശി ശംഖ മൃണാള സച്ചായാഹ. ചന്ദ്രസ്യ കമ്പോഹോ വിസസ്യ ച സച്ചായാഹ. കമ്പു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖാണ്. ചന്ദ്രൻ, ശംഖ്, വിസം താമരത്തണ്ട്. സമാന കാന്തി യാസാം താഹ. ശശി ചന്ദ്ര ശശി ശംഖ മൃണാള സച്ചായാഹ. ചന്ദ്രന്റെയും ശംഖിന്റെയും താമരത്തണ്ടിന്റെയും നിറം പോലെയുള്ള അത്രയും വെളുത്ത നല്ല വെളുത്തു തൊടുത്തതും വിനിഹിത ചൂർണമുക്തി പാണ്ഡുരാ. വിനിഹിത ചൂർണമുക്തി. വിനിഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് വച്ചിട്ടുള്ള ഇത് ഇവിടെ വൈറ്റ് വാഷ് ചെയ്തെന്തെന്ന് പറയാണ്. ചൂർണമുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചിട്ട് ചുണ്ണാമ്പ് പൊടിച്ചെടുത്ത് ഇത് സുധാകരണം പിന്നെ കുമയം. വിനിഹിത ചൂർണമുക്തി ചൂർണസ്യ സുധാചൂർണസ്യ. ചൂർണം വെച്ചാൽ പൊടി എന്നർത്ഥമാണ്. സുധാചൂർണം വെച്ച് കഴിഞ്ഞാൽ കുമയത്തിന്റെ പൊടി. കുമയം പണ്ടുകാലത്ത് അങ്ങനെയാണോ, നല്ല വെളുത്ത് കുമയം കൂട്ടുക എന്ന് പറയും. വിനിഹിത ചൂർണമുക്തി. ചൂർണമുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ കലക്കിയിട്ട് അവിടെ വെച്ചിട്ട് തേച്ചിട്ടുള്ള വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള അർത്ഥം. നല്ല തേച്ച് പിടിപ്പിച്ച അതോട് കൂടിയതും ചൂർണസ്യ വിനിഹിതൈഹി സ്ഥാപിതൈഹി. അവിടെ അർത്ഥം നോക്കൂ. വിനിഹിതൈഹി സ്ഥാപിതൈഹി. സ്ഥാപിച്ച വെച്ച പുരട്ടിയ തുല്യരൂപേണ പ്രകീർണൈഹി. തുല്യമായിട്ട് വെറുതെ ഇങ്ങനെ വലിച്ചെറിയല്ല, തേച്ച് പിടിപ്പിക്കില്ലേ, അതാണ് തുല്യരൂപം. ഒരേപോലെ ചൂർണസ്യ സുധാചൂർണസ്യ അന്നാദീന ശ്വേതചൂർണസ്യ മുക്തിഭിഹി. അത് മുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. ഒരേപോലെ അതിലൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന പരിമാണം. മുക്തി എന്ന് വെച്ചാൽ പരിമാണം എന്നാണ്, അളവ്. ഒരേ അളവിലെടുത്തിട്ട് ഇവിടെയൊക്കെ നോക്കക്കാലത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ, അതായിരിക്കും അവിടെ എല്ലായിടത്തും ഇങ്ങനെ നല്ലപോലെ വെളുത്ത കുമ്മായം പൂച്ചിരിക്കുന്ന തേച്ചിരിക്കുന്ന ഒരേ അളവില്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. മുഷ്ടിഭിഹി പരിമാണം. മുഷ്ടിച്ച പരിമാണ വിശേഷം ഒരേ അളവിൽ തേച്ച് പിടിച്ച പാണ്ഡുരാഹ ശുഭ്രവർണ്ണാഹ. അപ്പോ ഈ വെളുത്ത കുമ്മായം ഒരേപോലെ നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് നല്ല വെളുത്ത നിറത്തോട് കൂടിയതും വിനിഹിത ചൂർണമുക്തി പാണ്ഡുരാഹ. വയ്ക്കപ്പെട്ട ചൂർണമുക്തി എന്ന് വെച്ചാൽ കുമ്മായത്തിന്റെ ഒരേ അളവിലുള്ള എടുത്തിട്ട് അത് വെച്ചിട്ടുള്ള, അതുകൊണ്ട് തന്നെ പാണ്ഡുരാഹ നല്ലപോലെ വെളുത്ത കുമ്മായം തേച്ചിട്ട് നല്ല വെളുത്തിരിക്കുന്ന. ഇതൊക്കെ ഈ പ്രാസാദത്തിന്റെ വിശേഷമാണ് കേട്ടോ. മണിമന്ദിരത്തിന്റെ നല്ല വെളുത്ത കുമ്മായമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളതും. പിന്നെ വിവിധ രത്ന പ്രതിബദ്ധ കാഞ്ചന സോപാന ശോഭിതാഹ. അതും മണിമന്ദിരത്തിന്റെ വിശേഷമാണ്. വിവിധ രത്ന പ്രതിബദ്ധം. വിവിധ പലതരത്തിലുള്ള രത്നങ്ങൾ പ്രതിബദ്ധം വെച്ചിന് വെച്ചിട്ടുള്ള, അതില് പിടിപ്പിച്ചിട്ടുള്ള, പതിച്ചിട്ടുള്ള ഖജിതാനി പലതരത്തിലുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള കാഞ്ചന സോപാന ശോഭിത. സ്വർണം കൊണ്ടുള്ള സോപാനം എന്ന് വെച്ചാൽ ചവിട്ടുപടി, സ്റ്റെപ്പ്, അതുകൊണ്ട് ശോഭിക്കുന്നതും. ഇതിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് സ്വർണം കൊണ്ടുള്ളതാണ്. അതില് പലതരത്തിലുള്ള രത്നങ്ങൾ, ആ ചവിട്ടുപടിയില് പലതരത്തിലുള്ള രത്നങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള പതിച്ചിട്ടുള്ള സോപാന ശോഭിത. സോപാനം കൊണ്ട് ശോഭിക്കുന്നതുമായിട്ടുള്ള പ്രാസാദ പങ്ക്തയ. പ്രാസാദങ്ങളുടെ നിര. പങ്ക്തി എന്ന് വെച്ചാൽ നിര. അപ്പോ നല്ല വെളുത്ത ചങ്കുനെ പോലെയും ചന്ദ്രനെ പോലെയും നാളത്തെയൊക്കെ പോലെ ശോഭിക്കുന്നതും നല്ലപോലെ വെളുത്ത കുമ്മായം ഒരേ അളവിൽ ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കുകയും പലതരത്തിലുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള കാഞ്ചന സോപാനം, സ്വർണം കൊണ്ടുള്ള സോപാനം, ചവിട്ടുപടിയോടുകൊണ്ട് ശോഭിക്കുന്നതുമായിട്ടുള്ള പ്രാസാദ പങ്ക്തയ. പ്രാസാദ പങ്ക്തികൾ, മണിമന്ദിരത്തിന്റെ നിരകൾ. പിന്നെയോ
അതിൽ തന്നെ അവലംബിത മുക്താദാമഭിഹി സ്ഫടിക വാതായന മുഖചന്ദ്രേർ വിദ്യായന്തീവ ഉജ്ജയിനീം. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാല് അവലംബിത മുക്താദാമഭിഹി, മുക്താദാമം മുത്തുമണികള്, മുത്തുമണികളുടെ മാലകള്, ഈ സ്ഫടിക വാതായനം, ഇനി വാതായനത്തിന്റെ ജനല് കേട്ടോ. എങ്ങനെയുള്ളതാണ് ജനല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മുത്തുമാലകൾ ഇങ്ങനെ കോർത്ത് ഇട്ടിട്ടുണ്ട് അതില്, അല്ലെങ്കിൽ അലങ്കാരത്തിലുണ്ട്. അവലംബിത മുക്താദാമം, മുത്തുമാലകള്, മുത്തുമണികളുടെ മാലകളെ അവലംബിച്ചിരിക്കുന്ന മുത്തുമണികൾ കൊണ്ടുള്ള മാലയാൽ അലങ്കരിക്കപ്പെട്ട ദാമവിഹി സ്ഫടിക വാതായനം, സ്ഫടികം കൊണ്ടുള്ളതാണ് വാതായനം. സ്ഫടികം കൊണ്ടുള്ള ഈ വാതായനമാകുന്ന മുഖചന്ദ്രൈഹി, അവിടെ രൂപക സമാസമാണ്. അപ്പൊ ഈ ഏതാണ് ഈ പ്രാസാദങ്ങളുടെ ജനലുകളെ അതിന്റെ മുഖമായിട്ട് രൂപണം ചെയ്തിരിക്കുകയാണ് മുഖചന്ദ്രനെ കൊണ്ട്. സ്ഫടിക വാതായനമാകുന്ന മുഖചന്ദ്രനെ കൊണ്ട് ഈ എന്താണ് മണിമന്ദിരങ്ങൾ ഉജ്ജയിനെ മുഴുവൻ നോക്കിക്കാണുവാണോന്ന് തോന്നുന്നു. അതാണ് അവലംബിത മുക്താദാമവിധി. അപ്പൊ മുഖത്ത് നല്ല അലങ്കാരമൊക്കെ ചെയ്യുമല്ലോ, അതുപോലെയാണ് ഇവിടെ മുത്തുമണികളൊക്കെ ഇങ്ങനെ മാലകളായിട്ട് തോർത്ത് ഇട്ടിട്ടുണ്ട് ജനാലയില്. അങ്ങനെയുള്ള ജനാലയില് എന്തുകൊണ്ടുള്ളതാണ്? സ്ഫടികം കൊണ്ടുള്ളതായിട്ടുള്ള വാതായനമാകുന്ന മുഖചന്ദ്രൻ, രൂപകം ജനലാകുന്ന മുഖചന്ദ്രനെ കൊണ്ട് നിർധ്യായന്തി ഇവ, നിർധ്യായന്തി എന്ന് വെച്ചാൽ നോക്കിക്കാണുന്ന, അവലോകയന്തി ഇവ എന്തിനെ? ഉജ്ജയിനിയും, ഉജ്ജയിനെ നോക്കിക്കാണുകയാണോ എന്ന് തോന്നുമാറ് വർത്തിക്കുന്ന ഏതാണ്? പ്രാസാദമന്ത്രയ, അതായത് മണിമന്ദിരങ്ങൾ അവിടെ ധാരാളം ഉണ്ട്. ഈ രണ്ടാമത്തെ പ്രകോഷ്ഠത്തില് ഒരുപാട് നിരനിരയായിട്ട് ധാരാളം മണിമന്ദിരങ്ങളുണ്ട്. അത് എങ്ങനെയുള്ളതാണ്? നല്ല സ്വർണം കൊണ്ടുള്ള ചവിട്ടുപടികൾ, അതില് രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല വെളുത്താണ്, നല്ല പോലെ വെളുത്ത എന്താ പറയുക, വെള്ളം കുറ്റിയിരിക്കുന്നു എന്നർത്ഥം. വെളുത്ത കുമ്മായം കുറ്റി, നല്ല വെളുത്ത് കുറ്റിയിരിക്കുന്ന മണിമന്ദിരങ്ങള് നല്ല ഭംഗിയായിരിക്കുമല്ലോ നിരനിരയായിട്ട്. അതില് സ്ഫടികം കൊണ്ടുള്ളതായിട്ടുള്ള ജനലുകളില് മുത്തുമണിമാല കൊണ്ടൊക്കെ തോട്ടിട്ടുണ്ട്. അങ്ങനെ സ്ഫടികം വാതായനമാകുന്ന മുഖചന്ദ്രനാൽ നോക്കി ഉജ്ജയിനിയും അവലോകയന്തഃ, അവലോകയന്തഃ, ഉജ്ജയിനിയെ നോക്കിക്കാണുകയാണോ എന്ന് തോന്നുമാറ് വർത്തിക്കുന്ന പ്രാസാദപംക്തയ, മണിമന്ദിരങ്ങളുടെ നിരകൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ശരിയായില്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? ആശ്ചര്യം ഇഹാബി പ്രഥമേ പ്രകോഷ്ഠേ ശശിചങ്ക മൃണാളസച്ചായാഃ വിനിഹിത ചൂർണമുഷ്ടിപാണ്ഡുരാഃ വിവിധ രത്നപ്രതിബദ്ധ കാഞ്ചന സോപാന ശോഭിതാഃ പ്രാസാദപംക്തയഃ അവലംബിത മുക്താദാമവിഹി, മുക്താദാമത്തെ അവലംബിച്ചുകൊണ്ട് മുത്തുമാലകൾ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന സ്ഫടിക വാതായന മുഖചന്ദ്രൈഹി, സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ജനലാകുന്ന മുഖചന്ദ്രനാൽ ഉജ്ജയിനിയും നിർധ്യായന്തി ഇവ പ്രാസാദപംക്തയ, ഉജ്ജയിനെ നോക്കിക്കാണുകയാണോ എന്ന് തോന്നുമാറ് ഓർപ്പിക്കുന്ന പ്രാസാദങ്ങളുടെ നിര, മണിമന്ദിരങ്ങളുടെ നിരയും. ശ്രോത്രിയ ഇവ സുഖോപവിഷ്ടോ നിദ്രാതി ദൗവാരിക. ദൗവാരിക എന്ന് വെച്ചാൽ വാതിൽ കാവൽക്കാരൻ. ആ വാതിൽ കാവൽക്കാരൻ ശ്രോത്രിയ ഇവ, വളരെ വലിയ വിദ്വാനെ പോലെ. ശ്രോത്രിയ എന്ന് വെച്ചാൽ നല്ല വിവരമുള്ള പണ്ഡിതൻ എന്ന അർത്ഥമാണ്. പണ്ഡിതനെ പോലെ അവിടെ സുഖമായിട്ട് ഇരുന്നോണ്ട് ഉറങ്ങാന്ന്. സുഖോപവിഷ്ട നിദ്രാതി, സുഖമായിട്ട് ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നു. ശ്രോത്രിയ ഇവ, ഒരു വലിയ വിദ്വാനെ പോലെ. ദൗവാരിക, വാതിൽ കാവൽക്കാരൻ. നിദ്രാതി, ശ്രോത്രിയ ഇവ നിദ്രാതി, വിദ്വാനെ പോലെ അവിടെ കിടന്ന് ഉറങ്ങുന്നു, ഇരുന്നുറങ്ങുന്നു. സുഖമായിട്ട് ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നു. പിന്നെയോ സദഗ്ന കലമൗദനേന പ്രലോഭിത ന ഭക്ഷയന്തി വായസ വലിം സുധാസവർണതയ. കളമൗദൻ സദഗ്ന, കളമൗദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ,
കലമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമാണ്. ഔദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോജനം എന്ന് വെച്ചാൽ ഭക്ഷണമാണ്. കലമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരി നെല്ല്, ഞവര നെല്ല്, ഒരു പ്രത്യേക തരത്തിലുള്ള നെല്ലാണ്. നെല്ല് ധാന്യം. ഞവര നോക്കിയില്ലേ, ഞവര ആശ്രമത്തിലൊക്കെ ആണ് പണ്ട് കാലത്ത് അതായിരിക്കും. ഒരു നമ്മുടെ അരിയേക്കാളും കുറച്ചുകൂടി ബ്രൗൺ നിറം കൂടുതലായിരിക്കും. അല്ല, കലമാ പക്വശാലിന്യ സ്തംഭഭൂരഭോങ്ക അങ്ങനെ എഴുതില്ലേ? അതെ, കലമം എന്ന് വെച്ച് കഴിഞ്ഞാ നെല്ല്. ഏത് നെല്ല് നെല്ല് അതാണ് കലമസ്യ ധാന്യ വിശേഷസ്യ. നമ്മൾ ഉപയോഗിക്കുന്ന അരി ആ നെല്ലല്ല, നവര നെല്ല്, ഒരു പ്രത്യേക നെല്ലാണ്. നെൽക്കതി ശാലി ഏതാണെങ്കിലും പറയാം. അപ്പൊ അത് അവിടെ എന്താ കിട്ടുന്നത് വെച്ചാൽ അതാണല്ലോ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. ശാലി നെല്ല് വർഗ്ഗാണ്, നെല്ലിന്റെ തന്നെ ഒരു വർഗ്ഗാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയ ചോറ് കലമൗദനേന. അത് എങ്ങനെയാണ്? അതില് ദധി, തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് കൂട്ടിയതായിട്ടുള്ള ഈ ധാന്യം കൊണ്ട്, അതായത് നെല്ല് കിട്ടും. ഒരു പ്രത്യേക നെല്ല് എന്നൊക്കെയാണ് അർത്ഥം വരിക. നെല്ല് വർഗ്ഗം, ഞവര എന്നൊക്കെ പറയേണ്ട അർത്ഥം ഡിക്ഷണറിയിൽ എങ്ങനെയാണ്. ശാലിന്നും അർത്ഥമുണ്ടല്ലോ. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് അതില് ചോറുണ്ടാക്കിയിട്ട് അതില് തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതും വെളുത്തലിരിക്കണേ, നല്ലപോലെ തൈര് ഒഴിച്ച കലമൗദനേന പ്രലോഭിത അഭി. നല്ല തൈരൊക്കെ ഒഴിച്ച് ഈ തൈര് ഒഴിച്ച ചോറ്, ഔദനം എന്ന് വെച്ചതാണ്, ചോറ് കൊണ്ട് പ്രലോഭിപ്പിക്കപ്പെട്ടെങ്കിലും വായസാഹ, കാക്കകള് ഭക്ഷയന്തി, അത് ഭക്ഷിക്കുന്നില്ല. തൈരൊക്കെ ഒഴിച്ച് കാക്കയ്ക്ക് ഇട്ട് കൊടുത്തില്ല. പണ്ടുകാലത്ത് അങ്ങനെ ഒരു ചിട്ടയൊക്കെ ഉണ്ട്. ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട്, കാക്കയ്ക്ക് കൊടുക്കും രാവിലെ ഭക്ഷണം. അതെന്തോ കാക്ക പൂർവികനാണ്, അങ്ങനെ പിതൃത്വമാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് തോന്നുന്നത്. ചില വീടുകളിലൊക്കെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. രാവിലെ വരും കാക്ക സ്ഥിരമായിട്ട്. അപ്പൊ ഇവിടെ തൈരൊക്കെ ഒഴിച്ചിട്ട് ചോറ് കൊടുത്തിട്ടും പ്രലോഭിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കൂടി പ്രയോഗിച്ച് കഴിക്കില്ല കാക്കകളൊന്നും. കാരണം എന്തുകൊണ്ടാ? വായസാഹ ഭക്ഷയന്തി, ബലി കൊടുക്കുക എന്നാ പറയാ കാക്കയ്ക്ക്. അത് എന്തുകൊണ്ടാണ്? സുധാസവർണതയാ, അതിന് ഈ കുമ്മായത്തിന്റെ നിറമുള്ളത് കൊണ്ട് അതിന് പേടി കഴിക്കാൻ. സുധാസവർണതയാ വായസാഹ ഭക്ഷയന്തി, കാക്കകൾ ഭക്ഷിക്കുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൊടുക്കും ടീച്ചറെ. ഉച്ചയ്ക്ക് കൊടുക്കും ചോറും കൂട്ടാനും തോരനും ഒക്കെ കൂട്ടി. ഞങ്ങള് കൊടുക്കില്ല. അതിന് ചോറല്ല, ദോശ കൊടുത്തിന്. എന്താ വെച്ചാൽ കാക്ക വരും രാവിലെ. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. കാക്കയ്ക്കും കൊടുക്കും, അണ്ണാനും കൊടുക്കും. രാവിലെ ഇവിടെ വരും കാക്ക അണ്ണാനും ഒക്കെ. ഒരു പണ്ട് കാലത്ത് ഒരു ശീലാണ്. മുതലൊക്കെ ഉണ്ടെങ്കിൽ മുതൽക്കാന്ന് വെക്കും, കാക്ക വന്ന് കൊത്തിത്തിന്നോളും. അതെ അതെ. അപ്പൊ ഇവിടെ തൈരൊക്കെ ഒഴിച്ചിട്ടാ, തൈരൊക്കെ ഒഴിച്ച് കാക്കയെ കഴിക്കാനായിട്ട് പ്രലോഭിപ്പിച്ചിട്ടും ഇതിന് ഈ വെളുത്ത നിറം കണ്ടത് കൊണ്ട് അതിനി കുമ്മായാണെന്ന് വിചാരിച്ചിട്ട് അത് ഭക്ഷിക്കുന്നില്ലാന്ന്. സദദ്ന കലമൗദനേന പ്രലോഭിത ഭക്ഷയന്തി വായസാഹ ഭക്ഷയന്തി. വലിയ ഭക്ഷിക്കണില്ല. വലിയ കാക്കയ്ക്ക് ചോറ് കൊടുക്കണതിന് കാക്ക കൊടുത്തി കഴിഞ്ഞാൽ കാക്കയ്ക്ക് പുറത്തു കൊണ്ട് കഴിക്കില്ലല്ല. അത് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ, നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസാട്ടോ. അപ്പൊ ഞങ്ങൾ കൊടുക്കാറില്ല. രാവിലെ കാക്ക വെക്കുന്നോണ്ട് രാവിലെ ദോശ കൊടുത്തില്ല. എന്താ രാവിലത്തെ പലഹാരമാണ് കൊടുക്കുക. സ്ഥിരമായിട്ട് വരും. എന്നും കൊടുത്ത എന്നും വരും. സദദ്ന ഇവിടെ തൈരൊക്കെ ഒഴിച്ചിട്ട് പ്രലോഭിപ്പിച്ചെങ്കിലും വായസാഹ വലിയ ഭക്ഷയന്തി. കാരണം സുധാസവർണതയ, അതില് നാമെന്നാണ് ശരിക്കും ഇവിടെ നമ്മള് കുമ്മായ പിന്നെ നിറമുള്ളത് കൊണ്ട് ആദിശത് മൗരി. അപ്പൊ അത് കണ്ടു കഴിഞ്ഞു. ഇനി എവിടേക്കാ പോണ്ടേന്ന് നിർദ്ദേശിക്കാൻ പറയാണ് ആ ചേടിയോട്. അപ്പൊ ചേടി പറയാണ് ഏതു ആര്യഹ ഇതിലേ വരൂ എന്ന്. ഇമം ദ്വിതീയം പ്രകോഷ്ടം പ്രവിശതു ആര്യഹ. അത് നാടകമൊക്കെ അഭിനയിച്ചുകൊണ്ട് അറിയാലോ. പിന്നെ ചേടി ഇങ്ങനെ ആനയിച്ചുകൊണ്ട് പോവാം. ഇതിനെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. ചേടികൾ വിളിച്ചുകൊണ്ട് പോയില്ലേ രാജാവിനെയൊക്കെ, രാജാവിനെയും രാജകുമാരിയൊക്കെ. രാജകൊട്ടാരത്തിലെ ഒരു
കഷ്ടമാണത്. ആരെങ്കിലും വന്നാലും അവരെ അകത്തേക്ക് ആനയിക്കാം. ഇമം ഏതു ആര്യ ഇമം ദ്വിതീയം പ്രകോഷ്ഠം. ഇമം ദ്വിതീയം പ്രകോഷ്ഠം ഏതു. ഇതാ രണ്ടാമത്തെ മുറിയിലേക്ക് വരാൻ ഇതിലേതോന്ന് വിളിച്ചോണ്ട് പോവാണ്. പ്രവിശതു ആര്യ. ഇതാ രണ്ടാമത്തെ മുറിയിലേക്ക് ആര്യ പ്രവിശതു. അങ്ങ് പ്രവേശിച്ചാലും. അപ്പൊ ആദ്യത്തെ പ്രകോഷ്ഠത്തിനെ വർണ്ണിച്ചിട്ടുണ്ട്. ഈ പഠിപ്പുര മാളികയിലുള്ളതായിട്ടുള്ള മുറികളാണ് എടുത്തത്. നാലോചിച്ച് അപ്പൊ അകത്തെന്തായിരിക്കും സ്ഥിതി. വിദൂഷക പ്രവിശ്യ അവലോക്യച്ച. അവിടേക്ക് പ്രവേശിച്ചിട്ട് ചുറ്റു നോക്കിയിട്ട് അവിടെയും അതിന്റെ ഭംഗി കണ്ടിട്ട് ഹീഹി ഹോഹോ അവിടെയും അത് കണ്ടിട്ട് ആശ്ചര്യമാക്കുന്നത് എന്തൊരു ഭംഗിയാണ്, എന്തൊരു രസമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് കണ്ടിട്ട് ആസ്വദിച്ചതിനെ പറയാണ്. എന്താണ് പറയണേ? ആശ്ചര്യം ഹോഹോ അത്ഭുതം തന്നെയാണ്. ഇഹാവി ഇതിയെ പ്രകോഷ്ഠേ പര്യന്തോപനീത യവസ ഭൂത കവള സുപുഷ്ടാ തൈല അഭ്യക്ത വിഷാണ ബദ്ധാഹ പ്രവഹണ ബലീവർദ്ധാഹ. രണ്ടാമത്തെ പ്രകോഷ്ഠത്തിലുള്ള കാര്യം പറഞ്ഞിരിക്കണം. അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇഹ അഭി ദ്വിതീയേ പ്രകോഷ്ഠേ. ഇവിടെ ഈ രണ്ടാമത്തെ പ്രകോഷ്ഠത്തിൽ, ഈ രണ്ടാമത്തെ മുറിയിൽ ബലീവർദ്ധാഹ കാളകൾ, ബലീവർദ്ധം കാള, ബദ്ധാഹ കാളകളെ കെട്ടിയിട്ടുണ്ടെന്നോടെ. ഇഹാവി ദ്വിതീയേ പ്രകോഷ്ഠേ പ്രവഹണ ബലീവർദ്ധാഹ. പ്രവഹണം എന്ന് വെച്ചാൽ വണ്ടിക്കാളകൾ. പണ്ട് കാലത്ത് കാളവണ്ടിയൊക്കെ ആണല്ലോ അല്ലെ? കാളവണ്ടിയിലാണ് സാധനങ്ങൾ കൊണ്ടുകൊണ്ടും യാത്ര ചെയ്യണതും ഒക്കെ. ആ കോയമ്പത്തൂരിലുള്ള ജോഗി അവിടെ ഉണ്ട് കേട്ടോ കാളവണ്ടി. ഞങ്ങളൊന്ന് കാളവണ്ടിയിലൊക്കെ കയറി യാത്ര ചെയ്തു ഒരു എഫത്തിന് വേണ്ടിയിട്ട്. ഒരു ഗംഭീര കാളകളാണ്. ഏതായാലും ആദ്യ യോഗിയുടെ അവിടെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു കാളവണ്ടിയിൽ കൊണ്ടേക്കൊണ്ടിരുന്നു. പണ്ട് എല്ലായിടത്തും അതെ. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ റോട്ടിൽ കൂടെയൊക്കെ കാളവണ്ടിയിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ. കാളവണ്ടി ഉണ്ട്, കട്ടവണ്ടി ഉണ്ട്. കട്ടവണ്ടി ആൾക്കാർ കയറില്ല, മറ്റത് മുകളിൽ തന്നെ വെച്ച് കെട്ടിയിട്ടുണ്ടാവും. കട്ടവണ്ടി ഇങ്ങനെ ഒരാൾ മുന്നിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടതാണ്? നിങ്ങളവിടെ മരവണ്ടി കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് തന്നെ ആൾക്കാര് കേറുന്ന കണ്ടിട്ടില്ല. ആൾക്കാർ കയറുന്ന കാളവണ്ടിയിലെ ആൾക്കാർ അത് മുകളിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഈ എന്താണ് വഞ്ചിയിലൊക്കെ വെച്ച് കെട്ടില്ലേ മൂടി ഇങ്ങനെ. മറ്റത് പാരവണ്ടി പാരം കൊണ്ടുപോകാൻ മാത്രം. എന്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ റോട്ടിലൊക്കെ അത് ധാരാളം ഉണ്ടായിരുന്നു. അത് ആള് വലിച്ചു, അത് ആളാ വലിച്ചുകൊണ്ട് പോകുന്നത്. കാളവണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് രണ്ട് കാളകളാണ്. അതിന് നടുക്ക് സാധനം വെച്ചിട്ട് രണ്ട് കാളകൾക്ക് ചേർത്തിട്ട് കഴിഞ്ഞ് ഓടിക്കാൻ ഒരാള്. ഇവിടെ അതാണ് പ്രവഹണ ബലീവർദ്ധാഹ. പ്രവഹണം വണ്ടി കളകളെന്ന് അതിന് പറയാം. പരമലി അത് തമാശയായിട്ടൊരു ഇതുപോലെ പറയാറില്ലേ കളിയാക്കിയിട്ട്. വണ്ടിക്കളെ പോലെ ഇങ്ങനെ ഭാരം വലിച്ചോളും കളിയാക്കി പറയാറുണ്ട്. വലിക്കലാണ് അവരുടെ ജോലി. പ്രവഹണ ബലീവർദ്ധാഹ വണ്ടിക്കളകൾ എങ്ങനെയുള്ളതാണ്? പര്യന്ത ഉപനീത യവസ ഭൂത കവള സുപുഷ്ടാഹ ബലീവർദ്ധാഹ. സുപുഷ്ടാഹ നല്ലപോലെ അതൊക്കെ കൊടുത്ത് നല്ലപോലെ പുഷ്ടി പ്രാപിച്ചതായിട്ടുള്ള നല്ലപോലെ അതൊക്കെ ഭക്ഷണം കൊടുത്തത്. എന്താ യവസം? യവസം എന്ന് വെച്ചാൽ പുല്ല് വൈക്കോല് എന്നൊക്കെ അർത്ഥമാണ്. യവസ പുസം എന്ന് കഴിഞ്ഞാൽ ധാന്യത്തിന്റെ തൊലിയാണ്. ഉഴുന്നതുകൊണ്ടൊക്കെ കൊടുക്കും ഈ പശുവിനും കാളയ്ക്കും ഒക്കെ. കണ്ടോ? വരിച്ചിപ്പൊട്ട, വരിച്ചിച്ചുരുളി, കടല, ഉഴുന്നതുകൊണ്ട് ഇതൊക്കെ വെള്ളത്തിൽ തലയിലിട്ടിട്ട് അരച്ചിട്ട് പശു നല്ല ആരോഗ്യമാണ്. ഇത്ര കാര്യമായിട്ട് കൊണ്ട് ഞങ്ങളോടെ പശുവിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് ആട്ടുകല്ലിൽ അരയ്ക്കണം കേട്ടോ. ഇതൊക്കെ കുതിർത്തിട്ട് ഈ പുസം എന്ന് വെച്ചാൽ അതാണ് ധാന്യത്തിന്റെ ഏറ്റവും ഉഴുന്നുകൊണ്ടായിരിക്കണം. ധാന്യത്തിന്റെ തൊലി ആണത് പുസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പതിര് എന്ന് അർത്ഥമുണ്ട്.
പക്ഷെ ഇവിടെ ധാന്യത്തിന്റെ തൊലി ഉഴുന്നുകൊണ്ട് അതിന് പറയാം. അടിക്കാൻ കിട്ടും കടകളിലൊക്കെ ഉഴുന്നിന്റെ തൊലി. അതിന്റെ ആ ഉഴുന്നുകൊണ്ട് എടുത്തിട്ട് മറ്റേത് വെളുത്ത ഉഴുന്ന്, കറുത്ത ഉഴുന്നുണ്ട്, വെളുത്ത ഉഴുന്നുണ്ട്. നമുക്ക് ഇതിലേക്കൊക്കെ ഉപയോഗിക്കില്ലേ? തവിടാണോ? തവിട് പോലത്തെ എന്തെങ്കിലും ആണോ? തവിട് അല്ല, തവിടല്ല, തൊലി. തൊലി. കറുത്ത ഉഴുന്നിന്റെ തൊലിയാണോ? കറുത്ത ഉഴുന്നിന്റെ തൊലി. നമ്മള് കറുത്ത ഉഴുന്നും നമുക്ക് ദോശയ്ക്ക് അരയ്ക്കാനൊക്കെ ഉഴുന്ന് മേടിക്കില്ലേ? വെളുത്തതും കിട്ടും, അന്ന് കറുത്തതും കിട്ടും. കറുത്തതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ പക്ഷെ കുതിർത്തിട്ട് ആ തൊലി കളയണം. അത് പോവും. കുതിരുമ്പോ അത് തൊലി കളഞ്ഞിട്ട് കഴുകി എടുക്കണം. അത്രയും ജോലിയുണ്ട്. വെളുത്താണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷെ മറ്റേത് ഇടുമ്പോഴാണ് ഇഡ്ഡലിയൊക്കെ നല്ലോണം. പണ്ടെല്ലാം കറുത്ത തൊലി മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോഴാണ് പുതിയ ഉഴുന്ന്. അതെ, പണ്ട് അങ്ങനെയാ കിട്ടുന്നത്. പിന്നെ ഈ ഉഴുന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് പശുവിന് കൊടുക്കാനായിട്ട് ഇന്നല്ലേ പല കാലിത്തീറ്റകളൊക്കെ. പണ്ടതല്ല, പരുത്തിയുടെ കുരു. പരുത്തിക്കുരു കൊടുക്കാറുണ്ട്, വെള്ളത്തിലിട്ട് അരച്ചിട്ട്. അതെ, വെള്ളത്തിലിട്ട് കടല, പരുത്തിക്കുരു, പിന്നെ ഈ ഉഴുന്നതുണ്ട്, ഇതൊക്കെ ഇട്ട് കുതിർത്തിട്ട് അരച്ചിട്ട് പശുവിന് കൊടുത്തിട്ട് അവിടെ അത് തന്നെയാണ് പറഞ്ഞേക്കണേ. അപ്പൊ അത്രയും ഒരുപാട് കാലം മുൻപുള്ള സംഗതി തന്നെയാണത്. യവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വൈക്കോലൊക്കെയാണല്ലോ. പുല്ല് തൃണം പുല്ലെന്നാണ്. പിന്നെ ഉസം എന്ന് വെച്ചാൽ ഞാനിപ്പോ പറഞ്ഞത് തുണിയല്ല, തവിട്. പക്ഷെ ഇവിടെ ധാന്യത്തിന്റെ തൊലിന്ന് എടുത്തു പറഞ്ഞത് ഉഴുന്നുകൊണ്ടായിരിക്കണം. അതിന്റെ കവളം എന്ന് വെച്ചാൽ ഉരുള. അത് ധാരാളം അവിടെ പര്യന്തോ ഉപനീതം ചുറ്റും വെച്ചിട്ടുണ്ട് വെച്ച് ഭക്ഷിക്കാനായിട്ട്. അതൊക്കെ കഴിച്ചിട്ട് സുപുഷ്ടാഹ, നല്ല പുഷ്ടി പ്രാപിച്ചതായിട്ടുള്ള വലിയ വർഗാഹ. നല്ല ആരോഗ്യം കേട്ടോ. കടലയൊക്കെ അരച്ചു കൊടുത്തോന്ന് ആലോചിച്ചു. നല്ല കളകളാണ് ഇപ്പോ ഞാൻ പറഞ്ഞത്. കോയമ്പത്തൂർ അവിടെ ഉണ്ടെന്ന് കണ്ടാൽ നമുക്കൊരു രസം തോന്നുന്നു അതിനെ കണ്ട. നല്ല ആരോഗ്യമുള്ളതായിട്ടുള്ള കടാകടിയന്മാരായിട്ടുള്ള കളകൾ. അപ്പൊ ഇവിടെ മരം വലിക്കണല്ലോ. അപ്പൊ ധാരാളം പുല്ലും വൈക്കോലും ഇതുപോലെ ധാന്യങ്ങളുടെ തൊലിയും ധാന്യങ്ങളും ഒക്കെ കൊടുത്ത അതൊക്കെ ധാരാളം അവിടെ ഉണ്ടത്. പര്യന്തോ ഉപനീതം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള അതൊക്കെ ഭക്ഷിച്ചിട്ട് അതിന്റെ കപളം എന്ന് വെച്ചാൽ ശരിക്കും കപളം എന്ന് വെച്ചാൽ ഉരുളാന്നർത്ഥം. ഭക്ഷണം ഒക്കെ വെച്ചാൽ ഇവിടെ സുപുഷ്ടാഹ, നല്ലപോലെ പുഷ്ടി പ്രാപിച്ചതും. സുപുഷ്ടാഹ തൈല അഭ്യക്ത വിഷാണാഹ. അത് ഞാൻ ഇപ്പോഴാണ് കേൾക്കണേ. തൈല അഭ്യക്ത വിഷാണാഹ, എണ്ണ തടവിയിട്ടുള്ള കൊമ്പുകളെന്ന്. തൈലം എന്ന് വെച്ചാൽ എണ്ണ, അഭ്യക്തം എന്ന് വെച്ചാൽ എണ്ണ പൂട്ടിയിട്ട്. എനിക്കത് വെളുപ്പിച്ച് നല്ല മിനുസം കിട്ടാനോ അല്ലെങ്കിൽ ഗ്ലേസിംഗ് ഉണ്ടാകാനായിരിക്കും. തൈല അഭ്യക്ത വിഷാണാഹ, തൈലം കൊണ്ട്, എണ്ണ കൊണ്ട്. അഭ്യക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ച് ആയ കൊമ്പ് കളുള്ളതായ. വിഷാണാഹ ബദ്ധാഹ, കെട്ടിയിട്ടിരിക്കുന്നു. ഈ രണ്ടാമത്തെ പ്രകോഷ്ഠത്തിലേട്ടോ. ആരെ? പ്രവഹണ വലിയ വർഗാഹം. പണ്ടിക്കാളകളെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ധാരാളം ഭക്ഷണമൊക്കെ വേറെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൊമ്പൊക്കെ നല്ല തേച്ച് മിനുക്കി, തൈലമൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് മിനുക്കിയതായിട്ടുള്ള കാളകളെ കെട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. ഇതാവി ദ്വിതീയ പ്രകൃത്തെ പര്യന്തോപനീത യവസബുദ്ധ കവള സുപുഷ്ടാഹ. അവിടെ അവർക്ക് അത് ഈ ഇങ്ങനെ ഉണ്ടേ. ഇതിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഓരോ സാധനങ്ങളെ കെട്ടിവെക്കും. അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് ചില തൊഴുത്തുകളിലൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് ഇഷ്ടംപോലെ ആവശ്യമനുസരിച്ച് അതിന് വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി, വെള്ളം കുടിക്കാം. പിന്നെ ഈ ഭക്ഷണം ഇതൊക്കെ അവിടെ നിരത്തി വെച്ചിട്ട് അതൊക്കെ കഴിച്ച് നല്ല പുഷ്ടി പ്രാപിച്ചതായിട്ടുള്ള കൊമ്പിലൊക്കെ നല്ല ഭംഗിയുള്ള കൊമ്പ് ഇങ്ങനെ മാതിരി അതെങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ ആ സ്റ്റേജിലൊക്കെ വലുതാക്കിയെടുക്കും കേട്ടോ. കളറുടെ നമ്മളിപ്പം പോകാൻ നല്ല ഭംഗിയില്ല. അങ്ങനെ അതിലൊക്കെ എണ്ണ തേച്ച് നീക്കി അങ്ങനെയുള്ള കാളകളെ ബന്ധിച്ചിട്ടുണ്ടെന്ന്. പിന്നെയോ അയം അഭ്യന്തര അവമാനിത ഇവ ദൃഢഭദ്രോ ദീർഘ നിശ്വസിതി സൈരിഭ. സൈരിഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടം. അതാ അഭ്യന്തരല്ല, അന്യതരഹ അവമാനിത ഇവ ദൃഢഭദ്രോ ദീർഘ നിശ്വസിതി സൈരിഭ. സൈരിഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ധാതു അല്ല പോത്ത് പോത്ത് ദീർഘ നിശ്വസിദ്ധി ദീർഘം അത് ഒരു നിശ്വാസം വിടുന്നു അപമാനിക്കപ്പെട്ടോ എന്ന് തോന്നുമാറാണ്. ദീർഘ നിശ്വസി ദീർഘമായിട്ട് നിശ്വസിതി വിശ്വസിക്കുന്നു. എന്താണ് അവമാനിത ഇവാന്ന് അവമാനിക്കപ്പെട്ടതായിട്ടോ എന്ന് തോന്നുമാറാണ്. അവിടെ ആ താഴെ കഴിക്കാൻ വെച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അന്യതരഹ ദ്വയോർമധ്യേ ഏകഃ അയം അന്യതരഹ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അന്യതരഹ എന്ന് പറയുന്നത്. ഏകഃ കുലീനഃ സത്കുലേ ജാതഃ പക്ഷേ കൗ പൃഥിവ്യാം ലീനഃ സ്ഥിതഃ സൈരിഭഃ കുലീനഃ ഒരു കുലീനഃ എന്നുള്ള വാക്കുകൂടി അവിടെ ഉണ്ട് കേട്ടോ വ്യാഖ്യാനത്തില്. അയം അന്യതരഹ ഇതാ ഇവിടെ രണ്ട് പോത്തുകളില് ഒരെണ്ണം അവമാനിത ഇവ അതിനെ അപമാനിക്കപ്പെട്ടുവോ എന്ന് ഒരു അപമാനിച്ച ഒരാളെ എങ്ങനെ ഇരിക്കും അതുപോലെ അപമാനിക്കപ്പെട്ടുവോ എന്ന് തോന്നുമാറ് ദീർഘ നിശ്വസിതി ദീർഘ നിശ്വാസം തുടങ്ങുന്നു. സൈരിഭി ദ്വയോർമധ്യേ ഏകഃ കുലീനഃ സത്കുലേ ജാതഃ പക്ഷേ കൗ പൃഥിവ്യാം ലീനഃ സ്ഥിതഃ സൈരിഭഃ നിശ്വസിതി വിശ്വാസത്തെ ദുഃഖം വന്നിട്ട് സുഖനിശ്വാസത്തെ പ്രവർത്തിക്കുന്നു. അതിനെ അപ്പൊ ഈ കുലീനഹ എന്നുള്ളതിന് രണ്ടർത്ഥം പറഞ്ഞു. കുലീനഹ എന്നുള്ളത് ടെക്സ്റ്റിൽ വിട്ടുപോയിട്ട് വ്യാഖ്യാനത്തിലുണ്ട്. ഒന്ന് കുലീനം എന്ന് വെച്ചാൽ ശ്രേഷ്ഠ വംശത്തിൽ ഉണ്ടായത്. ചിലപ്പോ ഈ പോത്തിനെ വില വെക്കാണ്ട് കാളയെ മാത്രം വില വെച്ചു എന്നുള്ള ഇത് ഞങ്ങളുടെ ഭാവനയാണ് കേട്ടോ ദൂഷകന്റെ. ഒരെണ്ണം ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കൗലീനഹ അങ്ങനെ അർത്ഥം പറയാം. പൂ എന്നുള്ളതിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. അവിടെ വെച്ചു പോത്തിങ്ങനെ കിടക്കൂലോ അവിടെ ഇങ്ങനെ ദീർഘശ്വാസം വിട്ടുകൊണ്ട് ദുഃഖം ആണോ എന്ന് തോന്നുന്നുണ്ട് കണ്ട ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവിടെ ഭൂമിയിൽ കിടക്കുന്നുണ്ട് അതർത്ഥം. പിന്നെ ഒന്ന് കുലീനഹ എന്നുള്ളതിന് ശ്രേഷ്ഠം ആയിട്ടുള്ള രണ്ടർത്ഥവും പറയുന്നുണ്ട്. സത്കുലേ ജാതഃ അന്യതരഹ സൈരിഭഃ നല്ല വംശത്തിൽ ജനിച്ച രണ്ടാമത്തെ അർത്ഥമായിരിക്കും ഇവിടെ യോജിക്കുന്നത് അല്ലേ? അതെ ഭൂമിയിൽ കിടക്കുന്ന പക്ഷേ കൗ അവിടെ താഴെ കിടക്കുന്നുണ്ട്. കിടക്കാന്ന് വെച്ചാൽ പശുക്കളും പോത്തുകളും ഒക്കെ കിടക്കണ കണ്ടിട്ടില്ലേ ഇങ്ങനെ രണ്ടു കാലും മുമ്പിലത്തെ രണ്ടു കാലും മടക്കി അങ്ങനെ കിടക്കാണ്. എന്നിട്ട് അത് ദീർഘശ്വാസം വിടുന്നുണ്ട്. അപ്പൊ അതിനെ ബഹുമാനിച്ചിട്ടില്ല അതിനെ ഇതാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ട് കിടക്കുന്നുണ്ടെന്ന് ഇയാള് പറഞ്ഞതാണ് ദൂഷകൻ കേട്ടോ. അയം അന്യതരഹ ഒരു അന്യതര വൺ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അതാണ് അന്യതരഹ. അവമാനിത ഇവ അപമാനിച്ച ദൃഢബദ്ധ നല്ലവരെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. ദൃഢബദ്ധ ദീർഘ നിശ്വസിതി. ടീച്ചർ എവിടെ കുലീനഹ എന്ന ടെക്സ്റ്റില് ഉണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റില് കുലീനഹ ടെക്സ്റ്റിലില്ല വ്യാഖ്യാനത്തിൽ. അത് മെയിൻ ഭാഗത്തില്ല താഴെ മാത്രമേ ഉള്ളൂ. പ്രിന്റിംഗിൽ വിട്ടതായിരിക്കും അല്ലെ? ഓക്കെ ഓക്കെ ശരി. താഴെ അന്യതരഹ ഏകഃ കുലീനഃ സത്കുലേ ജാതഃ പക്ഷേ കൗ പൃഥിവ്യാം ലീനഃ സൈരിഭഃ വിശ്വസിതി. വേറെ ഒരു ടെക്സ്റ്റിൽ കുലീനഃ എന്നുണ്ട് കേട്ടോ. ഈ പുസ്തകം അതാ ഞാൻ പറഞ്ഞത് അത് വിട്ടുപോയതായിരിക്കും. ദൃഢബദ്ധഃ കുലീനഃ സൈരിഭഃ ദീർഘം വിശ്വസിതി. അപമാനിച്ചുകൊണ്ടാണോ അതാണെന്ന് തോന്നുന്നു. അപമാനം ഒരു ഈ കുലീനം എന്നുള്ളതുകൊണ്ട് ഞാൻ നല്ല ഉന്നതം ആണ് എന്നിട്ടും
എന്നെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആവാം. ഇത് താഴെ കിടക്കുന്ന ഭൂമിയിൽ ഇതാ ഒരു പോത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ദീർഘശ്വാസം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട എന്തോ അതിനെ ബഹുമാനിച്ചില്ല, അതിനെ അപമാനിച്ചതാണോ എന്ന് തോന്നണ വിധത്തില് അത് ദീർഘശ്വാസം ഇട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. നിശ്വാസം കുഴപ്പമിട്ടുകൊണ്ട് കിടക്കുന്നു. ഹിന്ദിയിലുള്ള ഇതിൽ പറയുന്നുണ്ട് ഉച്ചകുലോത്പന്ന വ്യക്തിക്ക് സമാനം. അതെ, അതാ പറയുന്നത്. നല്ല കുലത്തിൽ ജനിച്ചിട്ടും എന്നെ ബഹുമാനിച്ചില്ലല്ലോ എന്ന്. അല്ല, അത് പണ്ടും വേറൊരു കാര്യമുണ്ട് കേട്ടോ. കാളയും പശുവിനെയും ബഹുമാനിക്കുന്ന അത്രയും പോത്തിനെ ആൾക്കാർ ബഹുമാനിക്കില്ല. എരുമ പോത്തിന് അത്രയും ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല പണ്ട് കാലത്ത്. അല്ലേ? പശുവിനെ വലിയ ബഹുമാനാണല്ലോ. കാള ശിവന്റെ വാഹനം, പോത്ത് യമന്റെ അല്ലേ? അതാണോ അറിയില്ല എനിക്ക്. അത് ശരിയാ. യവന്റെ വാഹനമാണ്. അല്ല, നമ്മുടെ ഈ എരുമപ്പാലിനേക്കാളും ശ്രേഷ്ഠം പശു. പറയുമ്പോ നല്ല കട്ടിയുള്ളത് എരുമപ്പാലാണ്. പക്ഷെ എരുമപ്പാലിനേക്കാളും ശ്രേഷ്ഠ പശുപാലിനാണ്. എരുമപ്പാല് ഫാറ്റ് കൂടുതലായതുകൊണ്ട്. അതെ അതെ. അപ്പൊ അതിപ്പോ ഒരു ആളെയൊക്കെ നല്ല തേച്ച് പിടിക്കി നല്ല ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത് ഇതാ മൂക്കി കിടന്ന് നിശ്വാസം വിടുകയാണ്. പക്ഷെ ബോംബെയിലൊക്കെ കംപ്ലീറ്റ് എരുമപ്പാലാണ് സപ്ലൈ ചെയ്യുന്നത്. അതെ. അല്ലെ, എരുമപ്പാലിന് ഉപയോഗിക്കുന്ന ധാരാളം. കാരണം അതിന് ഒരുപാട് വെള്ളം ചേർത്തിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര കട്ടിയാ. അവിടെ ഈ ഉന്നത കുലത്തിൽ ജനിച്ചിട്ടും എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ശരിക്കും? അല്ല, എരുമ എന്നൊക്കെ പറയണത് ഒരെണ്ണേ പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള. ഞാനും ശ്രേഷ്ഠമായിട്ട് പാലൊക്കെ കൊടുക്കണല്ലേ പശുവിനെ പോലെ. എന്നിട്ടും എന്നെ അതായിരിക്കും ഉദ്ദേശിച്ചേക്കണേ. കുലീനഹ എന്നുള്ളതിന് അതാണ് നേരത്തോടെ. രണ്ടാമത്തെ അർത്ഥമായിരിക്കും കുറച്ചും കൂടി കൗലീനഹ, ഭൂമിയിൽ കിടക്കുന്നത്. അതായിരിക്കും ആ അർത്ഥമായിരിക്കും കുറച്ചും കൂടി ചേർക്കാൻ തോന്നുന്നു. അതെ, രണ്ടും അയാൾക്ക് തോന്നുന്നു. വിദൂഷകന്റെ ഭാവന കേട്ടോ. ഭൂമിയിൽ കിടന്ന് അതിങ്ങനെ ഇങ്ങനെ കിതക്കണ മാതിരി ഇങ്ങനെ ഒരു ശ്വാസം വിടുമല്ലോ. കണ്ടിട്ടില്ലേ ചില പശുക്കൾ ഇരുമാളൂടെ? അപ്പൊ അങ്ങനെ കിടക്കണത് ഇയാള് കൽപ്പിക്കുകയാണ്. അതിനെ അപമാനിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അതിനാണ് കുലീനഹ എന്നുള്ളതിന് ഞാൻ കുലീനയായിട്ടും ഞാൻ നല്ല വംശത്തിലൊക്കെ ജനിച്ചതായിട്ടും ആകാം. അല്ലെങ്കിൽ ഭൂമിയിൽ കിടന്നുകൊണ്ട് ഈ സൈരിഭം എന്നുള്ളതിന് ടീച്ചറെ സീരീണാം ഇഭം എന്നർത്ഥം പറഞ്ഞു കേട്ടിട്ടുണ്ട്. സീരീണാം ഇഭം, അതായത് കർഷകന്മാരുടെ ആനയാണെന്ന് സൈരിഭം എന്നുള്ളതിന് അങ്ങനെ ഒരു ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലാണോ ഇനി കുലീനത്വം? പോത്തിനെ പറ്റി ഉഴാനൊക്കെ അല്ലേ? അത് ശരിയാ സാറേ, ശരിയാ. അതെ, ആ അർത്ഥം വെച്ചിട്ടാവുമ്പോ അങ്ങനെ അതിനെ ആ രീതിയിൽ വിഗ്രഹിക്കാൻ പറ്റും. അതെ അത് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഉഴാനൊക്കെ ഉപയോഗിക്കുന്ന പോത്തിനെ കെട്ടിട്ടാണല്ലോ. കാരണം കുറച്ചും കൂടി വലിപ്പം ഉണ്ടല്ലോ. പശുവിനേക്കാളും കാളയേക്കാളും പോത്തിന് കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഇത് നല്ലപോലെ ഉഴാനായിട്ട് അതിനാണ് കഴിവ്. അതാണ് ഞാൻ ഉന്നതനാണ്. ആ തരത്തിൽ ഉന്നതം എടുക്കാം. ഇയാള് ചിന്തിക്കുന്നത് ഏത് തരത്തിലാണ്? അന്നത്തെ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ വിദൂഷകൻ ചിന്തിക്കണേ. ഇത് ഇയാളുടെ ഭാവനയാണ്. അതിങ്ങനെ ദീർഘശ്വാസം വിടുന്നത് അതിനെ അപമാനിച്ചുകൊണ്ടാണെന്ന് തോന്നണേ. അതിങ്ങനെ കുത്തിച്ച് വിശ്വാസം വെച്ചു. അതെ, വ്യാഖ്യാതാവേത്തി നോ കവി. നമുക്കും പറയാം അർത്ഥം. ഇപ്പൊ നമുക്ക് തോന്നുന്ന അർത്ഥം ശരിയായിരിക്കും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ പറ്റില്ല. ഇതശ്ച സപനീത യുദ്ധസ്യ മല്ലസ്യേവ മദ്യതേ ഗ്രീവ മേഷസ്യ. അപ്പൊ ഇത് എനിക്ക് തോന്നണേ ഒരു തൊഴുത്ത് പോലത്തെ സ്ഥലമാണ് അപ്പൊ തോന്നണേ. ഈ പ്രകോഷ്ഠം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെറ്റി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതാച്ച മേഷസ്യ ഗ്രീവ മർദ്ദതേ. മേഷം എന്ന് വെച്ചാൽ
ആടിന്റെ കഴുത്തിൽ ഇങ്ങനെ മർദ്ദതയെന്ന് വെച്ചാൽ തിരുമ്മി കൊടുക്കും, തടവി കൊടുക്കുന്നു. ഇതാ ഇവിടെ അപനീത യുദ്ധസ്യ മല്ലസ്യ ഇവ. അതും ഇയാളുടെ ഭാവനയാണ്. അപനീത യുദ്ധസ്യ മല്ലസ്യ ഇവ. യുദ്ധം കഴിഞ്ഞു വന്ന മല്ലനെ എന്നതുപോലെ. മല്ലൻ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ ക്ഷീണിച്ചു വരുമ്പോ അയാളുടെ കഴുത്തും അവിടെ എവിടെയൊക്കെ തടവി കൊടുക്കില്ലേ, അതുപോലെ ഇതാ ഇവിടെ ആടിനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാച്ച അപനീത യുദ്ധസ്യ, യുദ്ധം തീർന്നതായിട്ടുള്ള, യുദ്ധം കഴിഞ്ഞു വന്ന മല്ലസ്യ ഇവ, മല്ലനെ എന്നതുപോലെ മർദ്യതേ. മർദ്യത എന്ന് വെച്ചാൽ തിരുമുക, തടവുക എന്നൊക്കെ അർത്ഥമാണ്. മർദ്യതേ ഗ്രീവ മേഷസ്യ, മേഷസ്യ ഗ്രീവ മർദ്യതേ. ആടിന്റെ കഴുത്തിലൊക്കെ അങ്ങനെ തടവി കൊടുക്കുന്നു. യുദ്ധം കഴിഞ്ഞാൽ അവിടെ കുളുക്കിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ടീച്ചറെ ഒരു മിനിറ്റ്, അല്ല സാറ് നോക്കിയോണ്ട് ഞാൻ ഇത് നോക്കിയതാണേ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ സീരീണാം ഇവ, അതിനകത്ത് പറയുന്നത് തന്റെ പുത്രനായ യമന്റെ വാഹനമാകയാൽ സൂര്യന് ആനയെ പോലെ വാത്സല്യഭാജനമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അത് ഏതില്ല? അത് അമരകോശത്തിൽ. അമരകോശത്തിൽ. അതെ, അത് മോശം അല്ല, മോശം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അല്ല, നമ്മള് ഞാനിപ്പോ പറയാൻ അല്ല, അത് ശരിയാ, ആ അർത്ഥത്തിൽ വളരെ ശരിയാണ്. അതെ, ശരിയാണ്. സാധാരണ നിലയില് നമ്മള് പോത്തിനെയൊക്കെ കണികർത്താൻ മോശാന്ന് പറയില്ലേ, ശകുനം. കാലന്റെ ആയതുകൊണ്ട് അത് അങ്ങനെ ഇതുണ്ടല്ലോ പത്രത്തെ. അപ്പൊ ഏതായാലും അത് അതാണ് ഇയാള് ഇത് കണ്ടോണ്ട്. ഈ വിദൂഷകൻ എന്ന് പറയുന്ന ആള് വിഡ്ഢിയൊന്നും അല്ല കേട്ടോ. അയാള് വിഡ്ഢിവേഷം കെട്ടുകയാണ്. അയാൾ നല്ല ബുദ്ധിയുള്ളവനും എല്ലാം കോമഡിയനാന്ന് മാത്രമേ ഉള്ളൂ. കോമിക് രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇയാൾക്ക് നല്ല നിശ്ചയമുണ്ട്, നല്ല വിവരമുള്ള ബ്രാഹ്മണനാ. പറവൊക്കെ രണ്ടർത്ഥത്തിലൊക്കെ അയച്ചു മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ടാണ് ആ ഭാവന അത്രമാത്രം പോയത്. രഘുസാർ ഒരു വിദൂഷകനായിട്ട് വേഷം കെട്ടിയപ്പോഴേ ഇത്രയും ബുദ്ധി വന്നല്ലോ. എനിക്കിട്ട് താങ്ങിക്കോ. അല്ല, എനിക്കിട്ട് കിട്ടുന്ന അവസരത്തിന് താങ്ങിക്കോളാൻ പറഞ്ഞു. അല്ല, രഘുസാറിന് ഇപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് വിദൂഷകന്റെ കാര്യമൊക്കെ. താങ്ങിക്കോ, കിട്ടിയ അവസരം പാഴാക്കുന്നില്ല അല്ലേ? അതെ. വേഷം കിട്ടിയെന്നല്ല പറഞ്ഞോളൂ, നമുക്ക് ക്ഷമിക്കാം. ആയിക്കോട്ടെ. അയം അതിപ്പോ പിന്നെ മല്ലസ്യ ഇവ മർദ്യതേ ഗ്രീവ മേഷസ്യ, മേഷസ്യ ഗ്രീവ മർദ്യതേ. ആടിന്റെ കഴുത്തൊക്കെ തടവി തിരിഞ്ഞു കൊടുക്കേണ്ടത് യുദ്ധം കഴിഞ്ഞു വന്ന മല്ലനെ പോലെ. ഇതഹ ഇനി വേറെ അപ്പുറത്തേക്ക് നോക്കിയിട്ട്, പർവ്വതത്തേക്ക് നോക്കിയിട്ട്, അത് അതിലുണ്ട്. അന്യതോ അവലോക്യ, മറ്റേ സൈഡിലേക്ക് നോക്കിയിട്ട്, ഇതൊരു വശത്തേക്ക് നോക്കിയിട്ടാണ്. ഇനി മറ്റേ സൈഡിലേക്ക് നോക്കിയിട്ട് പറയാണ് അന്യത അവലോക്യ ഇതഹ വേറൊരു വശത്ത് അപരേഷാം അശ്വാനാം കേശകൽപ്പന ക്രിയതേ. അപരേഷാം അശ്വാനാം കേശകൽപ്പന ക്രിയതേ. കേശകൽപ്പന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുടി അതിനെ ഭംഗിപ്പെടുത്തുന്നു. കുതിരയുടെ അശ്വാനാം കേശകൽപ്പന, കുതിരയുടെ ഇത് എന്താ പറയുക, നല്ല ചീറ്റി കിണ്ടി ഭംഗിയാക്കുന്നു. അപരേഷാം അശ്വാനാം കേശകൽപ്പന ക്രിയതേ. മറുവശത്ത് കൂട്ടിയിട്ട് കുതിരയുടെ വാല് നല്ല ഭംഗിയാണല്ലോ. വാലിന്റെ കഴുത്തിലുള്ള കാണാൻ ഇതിലൊക്കെയും അതുമൊക്കെ. അതാണ് ഇവിടെ കേശവനെ പറഞ്ഞിട്ട് കുതിര കുഞ്ചിരോമായിരിക്കും അല്ലേ ടീച്ചറെ? കുഞ്ചിരോമം എന്ന് പറയത്തില്ലേ? കുഞ്ചിരോമം. കുഞ്ചിരോമം ഉണ്ട്, വാലും ഉണ്ട്. കുതിരയുടെ വാല് വളരെ മനോഹരമാണ്.
അതുകൊണ്ടാണല്ലോ അത് എപ്പോഴും കാശി കിടക്കുന്നത്. അത് മനോഹരാണെന്നല്ല, അതിനൊക്കെ കവിയുടെ ഭാവങ്ങളുണ്ട്. അതിന് മനോഹരാണെന്നുള്ളതുകൊണ്ടാണ് അത് എല്ലാവരെയും കാണിക്കാനായിട്ട് എപ്പോഴും പാലാട്ടിക്കൊണ്ട് നടക്കുന്നത്. കുതിരവാല എന്ന് പറയില്ലേ, തലമുടി ഇങ്ങനെ കെട്ടിയാൽ കുതിരവാല വെച്ചതാണ്. പണ്ട് തലമുടി അതേമാതിരി കെട്ടിയിടുമായിരുന്നല്ലോ. അതെ, ഇവിടെ അത് ഭംഗിയാക്കി ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ അത് കണ്ടിട്ടായിരിക്കും ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ തലമുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. തലമുടി ഞാൻ അഭിപ്രായക്കാരില്ല കേട്ടോ, തലമുടിക്ക് ഉണ്ടത് തന്നെയാ ഭംഗി. അതെ അതെ, സംശയമില്ല. പോണിറ്റെയിൽ പണ്ട് അല്ല എന്താന്നറിയാം, അതായത് പണ്ട് ചുരുണ്ട മുടിയായിരുന്നു സൗന്ദര്യത്തിന്റെ ഒരു ലക്ഷണം. ഇപ്പോ എവിടെയോ ആരാണ്ടൊക്കെ ഇങ്ങനെ ചെയ്തത് കണ്ടപ്പോഴത്തേക്കിന് അത് പരിഷ്കാരമാവുന്നു. ടീച്ചറെ, അപരേഷാം അശ്വാനാം എന്ന് വെച്ചാൽ എന്താണ്? അപരേഷാം അശ്വാന, മറ്റുള്ള കുതിരകള്, മറ്റുള്ള അപരേഷാം അശ്വാനം, മറ്റുള്ള കുതിരകളിൽ വെച്ച് ഏതോ ഒരു കുതിര എന്നുള്ളത് അപരേഷാം അശ്വാനം. അതോ അവരെ ഏഷാം അശ്വാനാണോ? അതായിരിക്കും, അതാണ്, അല്ലാണ്ട് അത് ശരിയാവില്ല. അതാ ഞാൻ നോക്കണേ. ഇതഹ അപരേ, വേറെ ചില ആൾക്കാര് ഏഷാം അശ്വാനാം കേശത കാണിച്ചുകൊണ്ട് പറയായിരിക്കും. മറ്റു ഒരു വശത്തേക്ക് ഇതുപോലെ കാളയുണ്ട്, പോത്തുണ്ട്, ആടുണ്ട്. മറുവശത്തേക്ക് നോക്കിയിട്ട് ആ പ്രാകൃതത്തിലേക്ക് പറഞ്ഞല്ലോ, അന്യതോ അവലോക്യ, മറ്റേ വശത്തേക്ക് നോക്കി ഇതാ ഇവിടെ എന്ന് പറയില്ലേ, ഇതാ ഇവിടെ ചില ആൾക്കാര് അവരെ നേരത്തെ പറഞ്ഞു, ചില ആൾക്കാര് ആടിന്റെ കഴുത്ത് തടവി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ ഇതാ അവരെ ഏഷാം അശ്വാനം. അപ്പൊ അപരേഷാം അല്ലെങ്കിൽ അവിടെ ചേരുന്നില്ല. താഴെ വ്യാഖ്യാനത്തിൽ ആ വാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപരേ ഏഷാം അശ്വാനാം കേശകൽപ്പന ക്രിയതേ. ഇതാ ഈ കുതിരകളുടെ കേശങ്ങള്, പാലുകള് ഭംഗിയാക്കുന്നു. കേശകൽപ്പന, കേശകൽപ്പന, പിന്നെ കേശസജ്ജ, എല്ലാം നല്ല ഭംഗിയായിട്ട് കുന്തിരോമം അതുപോലെ അതൊക്കെ ഉണ്ടല്ലോ, വാല ഇതൊക്കെ നല്ല ഭംഗിയാക്കി നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല ഭംഗിയാക്കി ചെയ്യുന്നതാവും. അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്യേണ്ടതെന്ന് അവരെ ഏഷാം എന്നാണ്. ഇതഹ അവരെ ഏഷാം അശ്വാനാം കേശകൽപ്പന ക്രിയതേ. പക്ഷെ അപ്പൊ ഇത് ഒറ്റ വാക്കായിട്ട് എഴുതിയേക്കണം, അത് തെറ്റാ. താഴെ അത് ആ വാക്കില്ല. ഇനി അയം അപരഹ. അപ്പൊ കണ്ടോ, അപരഹ ഇതാ വേറൊരാള്. അയം അപരഹ പാടച്ചരൈവ ദൃഢബദ്ധോ മന്ധുരായാം ശാഖാമൃഗ. അയം അപരഹ ഇതാ വേറൊരാള് പാടച്ചരഹ. പാടച്ചരൻ എന്ന് വെച്ചാൽ കള്ളൻ, ചോരൻ, കള്ളനെ പോലെ ദൃഢബദ്ധ മന്ധുരായാം ശാഖാമൃഗ. ശരിക്ക് മന്ധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരലായം ആണ്. കുതിരയെ കെട്ടുന്ന സ്ഥലത്ത് കുതിരലായം എന്നുണ്ട്. ഇതാ വേറൊരാള് ഒരു മന്ധുരായം ശാഖാമൃഗം എന്ന് വെച്ചാൽ കുരങ്ങനെ അത് എല്ലാത്തിനെയും കയറി ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും. അതിനെ കെട്ടിയിടുകയെന്ന്. ഇതാ ഒരാള് ഇവിടെ ഈ മന്ധുരായ ദൃഢബദ്ധ ശാഖാമൃഗ. ഇതാ വേറൊരാള് ഈ കുരങ്ങനെ അവിടെ ഒക്കെ കെട്ടിയിട്ടേക്കും. എവിടെ? കുതിരലായത്തില്. മന്ധുരായ ഒറ്റച്ചാലായ കുതിരലായാണ്. കുതിരലായം എന്നാ പറയാ അതിനെ, കുതിരയെ കെട്ടുന്ന സ്ഥലം. അവിടെ ഈ കുരങ്ങനെ ഓടി എല്ലാത്തിന്റെയും മേത്ത് ചാടി ഓടി കയറിയത് ഒരാള് ഇതതിനെ മുറുക്കി കെട്ടിയിട്ടേക്കുന്നു. അയം അപരഹ പാടച്ചരഹ ഇവ.
കള്ളനെ പിടിച്ചു കെട്ടില്ലേ, കള്ളനെ പോലെ ദൃഢബദ്ധ മന്ദുരായാം ശാഖാമൃഗ. ഇത് ദൃഢമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശാഖാമൃഗം കോരങ്ങൻ ദൃഢമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാച പൂരച്യുത തൈലമിശ്രം പിണ്ഡം അത്തി പ്രതിഗ്രാഹ്യതേ മാത്രപുരുഷൈഹി. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ മൃഗങ്ങളുടെ സ്ഥലമാണ്. ഈ ഭാഗം മുഴുവൻ മൃഗങ്ങൾക്കുള്ളതാണ്. അവിടെയും ഒരു സംശയമുണ്ട് എനിക്ക്, അത് ക്ലിയർ ആയില്ല. ഇതാച പൂരച്യുത തൈലമിശ്രം പിണ്ഡം അത്തി പ്രതിഗ്രാഹ്യതേ മാത്രപുരുഷൈഹി. പൂരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നം, ഭക്ഷണം എന്നർത്ഥം, ചോറ്. പൂരം, പൂരച്യുതം, അതെന്താന്ന് പിടികിട്ടിയില്ല എനിക്ക്. പൂര ഭക്ഷണത്തിൽ നിന്ന് വീണ തൈലം, തൈലം എന്ന് വെച്ചാൽ എണ്ണ, അത് കൂട്ടിയതായിട്ടുള്ള പിണ്ഡം എന്ന് വെച്ചാൽ ഉരുള, ചോറിന്റെ ഉരുള. ആരാണ്? മാത്രപുരുഷൈഹി. മാത്രപുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കാരൻ, ആനപ്പാപ്പാൻ. ആനയ്ക്ക് കൊടുത്ത് അതിന് ഭക്ഷിപ്പിക്കുന്നു, തീറ്റിക്കുന്നു. അതെന്താ ഈ പൂരച്യുതം എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കേണ്ടത് പിടിക്കില്ല. താഴെ വ്യാഖ്യാനത്തില് പൂരാത്, പൂരോ ഭക്തം. ഭക്തം എന്ന് വെച്ചാൽ ചോറാണ്, ഭക്ഷണം, വേവിച്ച ഭക്ഷണം. പൂരോ ഭക്തമിതി ഹലായുക്ത ഭക്താത് പൃഥ്വീധര ദ്രവ്യവിശേഷാത് ഇതി ജീവാനന്ദ. ശ്രുതം, നിശ്രുതം, ഒരു പ്രത്യേക ഭക്ഷണമാണ്, അതിൽ നിന്നും ഒലിച്ചു വന്നതായിട്ടുള്ള, അതിൽ നിന്നും വീണതായിട്ടുള്ള ശ്രുതം. ക്രൂരാത് എന്നുള്ളത് ഒരു ദ്രവ്യവിശേഷണമാണ്. ക്രൂരാത് ദ്രവ്യവിശേഷം എന്നും പറഞ്ഞിട്ടുണ്ട്. ഭക്തം, ഭക്ഷണം, ഏതോ ഭക്ഷണമാണ്. ചിലപ്പോ അതിന്റെ എണ്ണ ആയിരിക്കും അല്ലേ? അതിന്റെ എണ്ണ, അതിന്റെ ഒരു ഇപ്പൊ ഈ ഓരോ കപ്പലണ്ടി എണ്ണ അതുപോലത്തെ അത് ചേർത്തതായിട്ടുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു ആനയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പൂരച്യുതം, ആ ധാന്യമായിരിക്കും ചിലപ്പോ, ഏതെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ധാന്യമായിരിക്കും. എല്ലാത്തിലും ഉണ്ടല്ലോ എണ്ണ. ഇപ്പൊ നമ്മുടെ സൂര്യകാന്തി എണ്ണ, അല്ലെങ്കിൽ മറ്റേ പാം ഓയിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിൽ നിന്നും ഉച്യുതം പിഴിഞ്ഞെടുത്താന്നായിരിക്കും. അതിന് പിഴിഞ്ഞെടുത്ത തൈലമിശ്രം, എണ്ണ ചേർത്തിട്ട് പിണ്ഡം, ഭക്ഷണമാണ്. തൈലമിശ്രം, തൈലം സ്നേഹം, തേനമിശ്രം യുക്തം പിണ്ഡം, അന്നപിണ്ഡം, ചോറുള്ള. അപ്പൊ ഈ എണ്ണ ചേർത്തിട്ട് ചോറുള്ള. എനിക്കത് ആന അസ്ത്രശാസ്ത്രം, അല്ലെങ്കിൽ ആന ഡോക്ടർമാരില്ലേ, ആനയുടെ അസ്ത്രശാസ്ത്രം ചെയ്തിട്ടുള്ള മാതങ്കലീല, ആനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിന് കൊടുക്കുന്ന എണ്ണയായിരിക്കും അത്, പ്രത്യേക എണ്ണയായിരിക്കും. തൈലമിശ്രം പിണ്ഡം, ആ എണ്ണ ചേർത്ത ഉരുള, ചോറിന്റെ ഉരുള. ഭക്തി പ്രതിഗ്രാഹ്യത, ആനയ്ക്ക് കൊടുക്കുന്നു. കർമ്മണി പ്രയോഗം അത്. മാത്രപുരുഷൈഹി ഭക്തി പ്രതിഗ്രാഹ്യതേ. കർമ്മണി മാത്രപുരുഷൈഹി, പാപ്പാന്മാരാൽ, ആനപ്പാപ്പാൻ എന്നല്ലേ പറയാം, ആനപ്പാപ്പാരാൽ ഭക്തി പ്രതിഗ്രാഹ്യതേ, ആനയെ കൊണ്ട് തീറ്റിക്കുന്നു. അപ്പൊ ഇത് മുഴുവൻ മൃഗങ്ങളുടെ കാര്യമാണ്. എന്നിട്ട് പറയാണ് ആദിത്യതു ഭവതി. പോയി വന്നു, നായ പോയ പോലെ. വരൂ പറയാം. ശരിയായില്ലേ? ഇതിൽ സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? അവിടെ ഹിന്ദിയിൽ പറയുന്നുണ്ട്, ചോറുരുള, ആനയ്ക്ക് കൊടുക്കുന്ന ചോറുരുള, എണ്ണയും കൂടെ മിക്സ് ചെയ്തെന്ന് പറയുന്നുണ്ട് ഹിന്ദിയിൽ വ്യാഖ്യാനം. അത് എണ്ണയാണത്. ഈ പൂരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ധാന്യമായിരിക്കും, എന്തെങ്കിലും പ്രത്യേക എണ്ണയായിരിക്കും. കടുകെണ്ണ ആയിരിക്കില്ല അല്ലെ? ചൂട്, അത് കടുകെണ്ണയ്ക്ക് ചൂടല്ലേ? പിന്നെ കൂവരകെന്നും ഒരു അർത്ഥം പറയുന്നുണ്ട്. കൂവരക് ആണല്ലേ? ശബ്ദധാരാവലിയില് കൂവരകെന്ന് പറയുന്നു. ആണല്ലേ? കൂവരകിന് എണ്ണയില്ലല്ലോ, കൂവരകിന് എണ്ണയില്ല. അത് ഏതോ ഒരു തൈലം
മിശ്രം ചെയ്ത് അതിൽ നിന്ന് ഒഴിക്കുന്നതാവല്ല, ഉരുളയാക്കുമ്പോ നല്ലോണം എണ്ണ കൂട്ടിക്കൊഴി. പിണ്ടം വെച്ച് ചോരുരുളയാണ് അത് പിഴിഞ്ഞെടുത്തതായിട്ടുള്ള സുരക്ഷിതം. ചെയ്യുന്ന പറയുന്നത് ഉരുള ഈ ചോറിന്റെ കൂടെ ചേർത്ത് പിടിച്ചുള്ള എണ്ണയോട് അതാ ചേർത്ത് ഞാൻ പറഞ്ഞേ, ഈ ആനെ അതിലുണ്ടല്ലോ ആനയുടെ ശാസ്ത്രം, രജത്തിന്റെ ശാസ്ത്രം, അത് അതില് സാധനം എന്താന്ന് മാതങ്കലിയില അല്ലേ? മാതങ്കലി. അതാ ഞാൻ പറഞ്ഞ മാതങ്കലിയില് അത് പ്രത്യേക ശാസ്ത്രമാണ്. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ എണ്ണ തന്നെ പിഴിഞ്ഞെടുത്തായിരിക്കും. അത് ഇയാൾക്ക് നിശ്ചയുണ്ടാവും. അന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കണല്ലേ. ഒന്നും ഈ എന്താ പറയാ നമ്മള് മായം ചേർക്കാണ്ട് മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഇപ്പൊ അതല്ലല്ലോ കാശുണ്ടാക്കണം മാത്രം. ആര് ചേർത്താലും വേണ്ടില്ല എനിക്ക് കാശുണ്ടാക്കണമല്ലോ. മറ്റേത് അതല്ല, മൃഗങ്ങൾക്കാണെങ്കിലും അതിന് പറഞ്ഞതായിട്ടുള്ള ഭക്ഷണക്രമം കൃത്യമായിട്ട് കൊടുക്കുകയും അതിനെ വേണ്ട വിധത്തിൽ പരിപാലിക്കുകയും ചെയ്യും. കുതിരകളെയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ എനിക്കറിയാം, പണ്ടിവിടെ ഞങ്ങളുടെ പ്രൊപ്പോസിലെ കുതിരകൾ ഉണ്ടായിരുന്നു. അതിനെ ദിവസവും ഓടിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ കാലിന് പ്രശ്നം വരും. ഭയങ്കര അങ്ങനെ ഒരു ജന്തു അത്. എല്ലാ ദിവസവും ഇവിടെ ദിവസവും കൂടുതൽ ഭക്ഷണം കുറെ കുതിരകളിന് ഓടും. പിന്നെ അതിനൊക്കെ ഇല്ലാണ്ടായിട്ടോ, നോക്കാൻ പറ്റാണ്ടായിട്ടോ ഇനിയിപ്പോ അത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു പണ്ടുകാലത്ത് രാജാക്കന്മാരും ഒക്കെ. ഇവിടെ ഒരു വലിയ പണക്കാരിയല്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ ആ ധാന്യം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കിയ എണ്ണ ചേർത്തിട്ടുള്ള പിണ്ടപ്പുള്ള ചോരുരുളയാണ്. വലിയ ഉരുള ആനയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലേ, ആന ഊട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണ്? ആനപ്പാപ്പമാര് ആനയെ കൊണ്ട് തീറ്റിക്കുന്നു. മാത്ര പുരുഷൈഹി അസ്ഥി പ്രതിഗ്രാഹ്യതേ, ആനക്കാരന്മാരാൽ ആ ഭക്ഷണം ആനയെ തീറ്റിക്കുന്നു എന്ന് പറയാണ്. ഇനി അടുത്ത ദിക്കിലേക്ക് പറയുന്നു. ആദിച്ചതു ഭവതി. ഇപ്പൊ രണ്ടാമത്തെ പ്രകോഷ്ഠം കഴിഞ്ഞു. കേടി പറയാണ് അടുത്തത്. ഏതു ആര്യഹ ഇമം തൃതീയം പ്രകോഷ്ഠം പ്രവിശതു ആര്യഹ. വരൂ ഇതാ മൂന്നാമത്തെ പ്രകോഷ്ഠത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നു. ഇനി അടുത്ത് മൂന്നാമത്തെ പ്രകോഷ്ഠമാണ്. അത് അടുത്ത ദിവസം ആവാൻ സമയമായില്ലേ അല്ലേ? പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ അമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ. നമസ്തേ. ഇതിൽ കുറെ വാക്കുകളൊക്കെ പഴയ കാലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പുതിയതായിട്ട് അത്രയും പ്രയോഗിക്കാത്ത പഴയ വാക്കുകളുണ്ട്. ചില വാക്കുകൾ ഡിക്ഷണറി പോലും ഇല്ലാത്തതൊക്കെ ഇതിലുണ്ട്. ഇനി വരാൻ പോകുന്നുണ്ട്. നമുക്ക് ആലോചിക്കാം. ആ കാലത്തെ ആയിരിക്കും. ആ കാലത്ത് ആനയ്ക്ക് കൊടുത്തിരുന്ന എന്തെങ്കിലും ആനയ്ക്കൊക്കെ ആ കാലത്ത് കൊടുത്തിരുന്ന സാധനമൊക്കെ ആയിരിക്കും. എന്താ നമുക്ക് അതെ അതെ. അത് ഇപ്പോഴത്തെ കാലത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല. അതാണ്. അറിയില്ല. അതാ